അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം സാന്താ മാർത്തയിൽ വെച്ചുള്ള പ്രാർത്ഥന ഇന്നലെ രാത്രി 7:45 വത്തിക്കാൻ സമയം നടന്നിരുന്നു. ഇന്ത്യൻ സമയം 11:15 അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ ദൃശ്യങ്ങൾ വത്തിക്കാൻ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ നമുക്ക് ചില ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവിടെ നടന്ന കർമ്മങ്ങളുടെ ചില മൊബൈൽ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് രാവിലെ മുതൽ നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ ലഭിച്ച ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണിക്കാവുന്നതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വത്തിക്കാനിൽ അദ്ദേഹം താമസിച്ചിരുന്ന സാന്താ മാർത്ത അവിടുത്തെ പ്രൈവറ്റ് ചാപ്പലിലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം ആദ്യമായി അവിടെയായിരുന്നു പ്രാർത്ഥനാ ചടങ്ങുകൾ ആദ്യമായി നടത്തിയത്. അവിടെ നമുക്കറിയാവുന്ന പോലെ ഇപ്പോഴത്തെ നിലവിലെ കർമ്മലങ്കോ കെവിൻ ജോസഫ് ഫെരേറയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനകൾ നടന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമായിരുന്നു അതിൽ പങ്കെടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നത്. ഒപ്പം മറ്റ് കർദിനാൾമാർക്കും വളരെ സ്വകാര്യമായ ഒരു ചടങ്ങായിരുന്നു നടന്നിരുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിലവിലെ കമർലെങ്കോ ജോസഫ് കെവിൻ ഫെരേറോ അതിന് നേതൃത്വം നൽകുന്നു. മറ്റ് കർദിനാൾമാരും മാർപ്പാപ്പയുടെ കുടുംബാംഗങ്ങളും സമീപമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് മാർപ്പാപ്പയുടെ ആ ഒരു പ്രാർത്ഥനയുടെയും ശുശ്രൂഷകൾ നടത്തുന്നു. ഇവിടെ നിന്നാണ് ഇനി വത്തിക്കാൻ സ്ക്വയറിലേക്ക് പൊതുദർശനത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം കൊണ്ടുവരുന്നത്. എന്തായാലും തിരുക്കർമ്മങ്ങളുടെ മുഴുവൻ ദൃശ്യങ്ങൾ റോം ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും ഇന്നലെ മുതൽ നമ്മൾ കാത്തിരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരുന്നപ്പോൾ ദൃശ്യങ്ങൾ ഈസ്റ്റർ അന്ന് നമ്മൾ കണ്ടു. മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണുവാനായിട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു. ഒന്ന് കാണുവാനായിട്ട് നമ്മൾ കാത്തിരുന്നു. ഇന്നലെ രാത്രി വത്തിക്കാൻ അത് പുറത്തുവിടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അത് വിട്ടില്ല. എങ്കിലും ഇപ്പോഴും ഔദ്യോഗികമായിട്ട് വത്തിക്കാനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ഓൾറെഡി വത്തിക്കാനിലെ ജനസഞ്ചയം ഒഴുകി തുടങ്ങി ഈ ഭൗതിക ശരീരം ഒന്ന് കാണാനായിട്ടും പ്രാർത്ഥിക്കാനുമായിട്ടും. ഈ ഒരു ഹൃദ്യമായ നിമിഷത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് പ്രവേശിക്കാം. പ്രത്യേകിച്ച് വത്തിക്കാൻ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും നമുക്കായി അത് സജ്ജമാക്കുകയും ലോകത്തിന് മുഴുവനുമായിട്ട് ലോക ജനതയ്ക്ക് കാണുവാനും പ്രാർത്ഥിക്കുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനുമുള്ള സവിശേഷമായ ഈ നിമിഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ ഒരു നിമിഷം. സഭയുടെ വലിയ ഇടയൻ, നമ്മുടെ വലിയ മുക്കുവൻ, അമരക്കാരൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നമ്മൾ കാണുന്നു. ഈസ്റ്റർ ദിനത്തിൽ നമ്മളെല്ലാം ഓടി നടന്ന് ആശീർവദിച്ച് സന്തോഷത്തോടെ അദ്ദേഹം ആ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം ഉർബിയത്തോർബി ആശീർവാദം നമുക്ക് നൽകിയിരുന്നു. അതിനുശേഷം വിശ്വാസികളെ കാണാൻ അദ്ദേഹം തൻ്റെ ആ ഒരു മൊബൈൽ വാഹനത്തിൽ കയറി സഞ്ചരിച്ചിരുന്നു. ഇതെല്ലാം ഈ ഒരു നിമിഷം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹമായിരിക്കാം ജനങ്ങളുടെ ഇടയിലായിരിക്കണം എന്നുള്ളത്. മരണത്തിന് തൊട്ട് മുമ്പ് നിമിഷം അദ്ദേഹത്തിന് അത് സാധിച്ചു കിട്ടി എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക, അല്ലേ? അദ്ദേഹത്തിൻ്റെ ഭൗതികമായ വേർപാടേ ഉള്ളൂ. ഇനിയും അദ്ദേഹം ജനത്തോടൊപ്പം തന്നെ ഉണ്ട് എന്നതാണല്ലോ നമ്മുടെ വിശ്വാസവും. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ മനുഷ്യ മനസ്സുകളിൽ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അത്രയും പേര് ഇതിനായിട്ട് കാത്തിരിക്കുന്ന നിമിഷത്തിനായിട്ട്. അവരുടെ ഹൃദയത്തെ തൊട്ട പാപ്പ, അവരുടെ ഹൃദയവികാരങ്ങൾ മനസ്സിലാക്കിയ പാപ്പ, അവരുടെ ജീവിതത്തോട് ചേർന്ന് നിന്ന് ചേർത്ത് പിടിച്ച മാർപ്പാപ്പ. അതാണല്ലോ സിനഡാലിറ്റിയിലൊക്കെ നമ്മൾ പറയുന്നത്, ചേർന്ന് നടക്കാനും ചേർത്ത് പിടിക്കാനും സാധിക്കുന്ന അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയിലൂടെ തൻ്റെ മക്കളെ, അജഗണത്തെ മുഴുവൻ മാർപ്പാപ്പയ്ക്ക് ഈ നാളുകളിൽ കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് ലോകമെമ്പാടും പ്രാർത്ഥനാപൂർവം ഈ നിമിഷത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ആ ഭൗതിക ശരീരം വയ്ക്കുന്നത് കാണുവാനായിട്ട് ഒരു പക്ഷേ ചിലർക്കൊക്കെ അവിടെ ഫിസിക്കലി വരാൻ സാധിച്ചു. അനേകം ലക്ഷം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യം കാണുവാനായിട്ട് ലോകമെമ്പാടും ഒരുങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിലെ മറ്റ് പല കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഔദ്യോഗികമായ കുടുംബപരമായ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഈ ദൃശ്യത്തിനായിട്ട് കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ മഹാ ഇടയൻ്റെ ഹൃദയസ്പർശം, അനേകം ജീവിതങ്ങളെ തൊട്ടുണർത്തിയ പാപ്പ, ഇതവർ അതിനായിട്ട് കാത്തിരിക്കുന്നു എന്നത് തന്നെ വലിയൊരു സാക്ഷ്യത്തിൻ്റെ, ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ്.
ഈ നേർക്കാഴ്ചയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം, പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും മാർപ്പാപ്പയുടെ ഈ ഒരു ഭൗതിക ശരീരത്തിൻ്റെ നിരവധി AI ചിത്രങ്ങൾ വരെ ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട്. ഒരുപാട് പേര് അത് വിശ്വസിച്ച് പോകുന്നെങ്കിലും ഔദ്യോഗികമായി വത്തിക്കാൻ ഇതുവരെയും ദൃശ്യങ്ങൾ പുറത്ത് വിട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള നമ്മുടെ അപ്ഡേറ്റ് ഉള്ളത്. വത്തിക്കാൻ അത് ഉടനെ പുറത്ത് വിടും ആ ദൃശ്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിലും കാണാം. വത്തിക്കാൻ്റെ ഔദ്യോഗിക മീഡിയ സംഘം അവിടെയുണ്ട്. അവരുമായി ബന്ധപ്പെട്ട ആ ദൃശ്യങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ സാന്താ മാർത്തയിലെ തൻ്റെ സ്വകാര്യ ചാപ്പലിൽ അന്ത്യവിശ്രമം ആ ഒരു ഭൗതിക ശരീരം ഇപ്പോൾ വെച്ചിരിക്കുന്ന ആ ഒരു വീഡിയോ നമ്മൾക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനാ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ ഇനിയും നമ്മളൊന്ന് കാത്തിരിക്കേണ്ടതുണ്ട്. ഔദ്യോഗികമായി കൂടുതൽ വ്യക്തമായി നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണേണ്ടതുണ്ട്. അതിന് നിങ്ങളെല്ലാവരും വീണ്ടും ഈ ഒരു തത്സമയം നമ്മളോടൊപ്പം കൂടിച്ചേരുക. വത്തിക്കാനിൽ നിന്നും റോമിൽ നിന്നും കിട്ടുന്ന ദൃശ്യങ്ങളെല്ലാം, തത്സമയ ദൃശ്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളുണ്ടാവും.